Hi friends, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബ്ലൂടൂത്ത് ആംപ്ലിഫയർ എങ്ങനെ നിർമ്മിക്കാം. 15 വാട്ട്സ് പവറുള്ള 2 ചാനൽ ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ് ഇത്. TPA 3110 എന്ന ചിപ്പാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് അതിന്റെ ആംപ്ലിഫയർ IC TPA 3110. ഇതിന്റെ ബ്ലൂടൂത്ത് സെക്ഷനാണ്. ഇതിന്റെ വോളിയം കൺട്രോളാണ്. DC 8 വോൾട്ട് മുതൽ 26 വോൾട്ട് വരെ നമുക്കിത് പവർ കൊടുക്കാൻ പറ്റും. റെക്കമെൻഡഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 16 വോൾട്ട് DC ആണ്. 2 ആംപിയർ മിനിമം കറണ്ട് വേണം. അഡാപ്റ്റർ 4 ഓംസ് മുതൽ 8 ഓംസ് വരെയുള്ള സ്പീക്കർ നമുക്കിതിൽ ഉപയോഗിക്കാം. നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബ്ലൂടൂത്ത് ആംപ്ലിഫയർ ബോർഡാണിത്. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. DC പവർ സപ്ലൈയുടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ സ്പീക്കർ കണക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് ചെറിയ പൈസ ചെലവിൽ നമുക്കൊരു കിടിലൻ ബ്ലൂടൂത്ത് പ്ലെയർ നിർമ്മിക്കാം. ഇത് ഞാൻ AliExpress എന്ന സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. 205 രൂപ ആണ് ഇതിന്റെ വില. ഇതിലും വില കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് ഒരു ബ്ലൂടൂത്ത് പ്ലെയർ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ്, ഏത് ടൈപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബോക്സ് എടുക്കാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ബോക്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു വാച്ചിന്റെ ബോക്സാണ്. നമുക്കിതിൽ ഇത് നല്ല മനോഹരമായിട്ട് ഇത് സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതേപോലെ രണ്ട് സ്പീക്കേഴ്സ് വേണം. ഇത് പഴയ ഹോം തിയേറ്ററിന്റെയോ അല്ലെങ്കിൽ പഴയ കാസറ്റ് ഡെക്കിന്റെയോ സ്പീക്കേഴ്സ് മതി. ഇതിപ്പോ ഹോം തിയേറ്ററിന്റെ സ്പീക്കറാണ്, പഴയ ഹോം തിയേറ്റർ സ്പീക്കറാണ്. ഓക്കെ, ഇതുപോലത്തെ ഒരു സ്പീക്കർ കണക്ടർ വേണം. ഒരു ഓൺ ഓഫ് സ്വിച്ച്, ഇങ്ങനത്തെ ഒരു സ്വിച്ച്, ഒരു മിനി സ്വിച്ച് വേണം. DC പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതേപോലത്തെ ഒരു സോക്കറ്റ് വേണം. ഒരു LED, ഇത് റെഡ് LED ആണ്. ഗ്രീൻ ആയാലും ഏതായാലും കളറായാലും കുഴപ്പമില്ല. ഒരു പവർ സപ്ലൈ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു LED. 1K റെസിസ്റ്റർ വേണം. വളരെ കുറഞ്ഞ കണക്ഷൻസ് മാത്രമേ നമുക്കിതിന് കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്കും ചെറിയ രീതിയിൽ സോൾഡറിംഗ് എല്ലാം ചെയ്ത് പരിചയമുള്ള ആളുകൾക്കൊക്കെ സിമ്പിളായിട്ട് ഇത് നിർമ്മിക്കാൻ കഴിയും. അത്തരം ആളുകൾക്ക് ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബോക്സിലാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ബോർഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് കണക്കായിട്ട് ഇതിന് ഹോൾ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഇതിന്റെ ഉൾഭാഗത്ത് കട്ട് ചെയ്ത് സ്പേസ് ശരിയാക്കണം. അപ്പോൾ അതൊന്ന് നോക്കാം.
ഇനി നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡ് ഇതിൽ സെറ്റ് ചെയ്യാം. ആംപ്ലിഫയർ ബോർഡ് പൊസിഷൻ നമ്മൾ റെഡിയാക്കി കറക്റ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇവിടെ സ്വിച്ചിൻ്റെ സ്ഥാനം ശരിയാക്കിയിട്ടുണ്ട്. LED വെക്കാനുള്ള ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ബോർഡ് ആംപ്ലിഫയർ ബോർഡിൻ്റെ റെഡിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടത് സ്പീക്കർ സോക്കറ്റ്, ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് സ്പീക്കർ സോക്കറ്റ് ഫിറ്റ് ചെയ്യണം. അത് നമുക്ക് ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കാം. നമ്മൾ DC സോക്കറ്റ് അതിൻ്റെ ഹോള് എടുത്ത് നമ്മളിത് ടൈറ്റാക്കി ഇത് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഇവിടെ കുറച്ച് ഗമ്മലിലിട്ട് നല്ല ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് ആണ് കൊടുക്കേണ്ടത്. അത് നോക്കാം. അപ്പോൾ നമുക്കിനി ബോർഡിൽ നിന്ന് തന്നെ കണക്ഷൻ ആരംഭിക്കാം. സ്പീക്കർ കണക്ഷനാണ് ആദ്യം കൊടുക്കാൻ പോകുന്നത്. സ്പീക്കർ കണക്ഷന് വേണ്ടിയിട്ട് മഞ്ഞയും പച്ചയും വയറാണ് എടുത്തിട്ടുള്ളത്. പച്ച വയർ നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് സ്പീക്കർ കണക്ഷൻ കൊടുക്കാം. നമ്മൾ സ്പീക്കറിൻ്റെ വയർ നമ്മൾ ബോർഡിന്മേൽ കറക്റ്റ് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഷോർട്ടാകാതെ കൃത്യമായിട്ട് നമ്മളത് സോൾഡർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ DC സോക്കറ്റിൽ നിന്നുള്ള ചോപ്പ് വയർ ഓൺ ഓഫ് സ്വിച്ചിലേക്കും സ്വിച്ചിൻ്റെ ഒരു പോയിന്റിലേക്കും, നെഗറ്റീവ് വയർ ബോർഡിലെ നെഗറ്റീവ് പവർ സപ്ലൈ നെഗറ്റീവിലേക്കും കൊടുത്തിട്ടുണ്ട്. ഈ ചോപ്പ് വയറാണ് പോസിറ്റീവ് വയർ, ഇത് ബ്ലാക്ക് നെഗറ്റീവ്. വേറൊരു ബ്ലാക്ക് വയറും കൂടി നെഗറ്റീവിൽ കൊടുത്തിട്ടുണ്ട്. ഇത് LED നെഗറ്റീവിലേക്ക് വേണ്ടിയിട്ടാണ്. ബോർഡിൻ്റെ പവർ സപ്ലൈ ഈ ചോപ്പ് വയർ സ്വിച്ചിൻ്റെ മറ്റൊരു പോയിന്റിലേക്കും കൊടുക്കും. അപ്പോൾ സോക്കറ്റിൽ വരുന്ന റെഡ് വയർ സ്വിച്ചിൻ്റെ ഒരു പോയിന്റിലേക്കും സ്വിച്ചിൻ്റെ മറ്റേ പോയിന്റ് ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവിലേക്കും കൊടുത്തിട്ടുണ്ട്. LED വലിയ പിന്നിലൊരു 1K റെസിസ്റ്റർ സോൾഡർ ചെയ്തു. റെസിസ്റ്ററിൻ്റെ മറ്റേ അറ്റം സ്വിച്ചിൻ്റെ പോസിറ്റീവിലേക്കും ബ്ലാക്ക് വയർ നെഗറ്റീവിലും കൊടുത്തിട്ടുണ്ട്. സ്പീക്കറിൻ്റെ വയർ സ്പീക്കർ കണക്ടറിലേക്ക് കൊടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ
വയർ കറക്റ്റ് കൊടുക്കണം. പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഒന്നിൻ്റെ നെഗറ്റീവ് മറ്റേ നെഗറ്റീവ് അങ്ങോട്ടും അങ്ങനെ മാറിപ്പോകാൻ പാടില്ല. ലെഫ്റ്റിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ലെഫ്റ്റിനും റൈറ്റിൻ്റെ നെഗറ്റീവും പോസിറ്റീവ് റൈറ്റിനും തന്നെ കൊടുക്കുക. ഓക്കെ. നമ്മൾ കണക്ഷനെല്ലാം കൊടുത്തു കഴിഞ്ഞു. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ വഴിയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇതിനെ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ വർക്കിംഗ് ആണ്. നമുക്കതിൽ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബ്ലൂടൂത്ത് പ്ലെയർ അടിപൊളി വർക്കിംഗ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.